മുത്തൂസ് വേൾഡിന്റെ ന്യൂ ഇയർ സ്പെഷ്യൽ എപ്പിസോഡാണ്. ആദ്യം തന്നെ എൻ്റെ എല്ലാ സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. ഈ ഒരു വർഷം എല്ലാവർക്കും ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും വർഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ മുത്തൂസ് വേൾഡിൽ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി പായസമാണ്. കണ്ടില്ലേ, ഇവിടെ പപ്പായ, ഇഷ്ടംപോലെ പപ്പായ ഉണ്ട്. അപ്പൊ ഡെയിലി പപ്പായ വെച്ച് ഓരോ ഐറ്റംസ് ഞാൻ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നിങ്ങനെ തോന്നി എനിക്ക്, കാരണം ന്യൂ ഇയർ അല്ലേ, ഒരല്പം മധുരം വിളമ്പാമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ പപ്പായ വെച്ച് ഒരു കിടിലൻ പായസം റെഡിയാക്കാൻ പോവാണ്. ഈ പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പപ്പായ കൊണ്ടാണെന്ന് നിങ്ങൾക്ക് ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെ ഒരു വെറൈറ്റി പായസമാണ് ഇത് നമ്മുടെ പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു റെസിപ്പിയാണ്. ഞങ്ങളുടെ തറവാടുകളിലൊക്കെ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. വെറൈറ്റി ടേസ്റ്റ് ആണ്. അപ്പൊ ഈ ന്യൂ ഇയറിന് ഞാൻ ഇത് എൻ്റെ പ്രേക്ഷകർക്കായിട്ട് സമർപ്പിക്കുകയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ. അപ്പൊ ഞാൻ കൂടുതൽ വാച് കഴിക്കുന്നില്ലേ, നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോയിട്ട് എങ്ങനെ ഈ പപ്പായ പായസം ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, കം ഓൺ. ഇപ്പൊ നമ്മള് പപ്പായ പായസം ഉണ്ടാക്കാൻ തുടങ്ങണം. ന്യൂ ഇയർ സ്പെഷ്യൽ പപ്പായ പായസം. അപ്പൊ അതിലേക്ക് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 1/2 കിലോ പപ്പായയാണ്. 1/2 കിലോ പപ്പായ മിക്സിയിലിട്ട് അടിച്ചെടുത്ത് വെച്ചതാണ്. അത് ഇവിടെ 1/2 കിലോ വെല്ലമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ പകുതി വെല്ലം ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നീട് മധുരം നോക്കിയിട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. ഈ വെല്ലം ഒന്ന് ചൂടായി വരട്ടെ. വെല്ലം നന്നായി ഉരുക്കി അത് അരിച്ച്, നിറയെ കല്ലും മണ്ണൊക്കെ ഉണ്ടാവും, അതൊക്കെ അരിച്ചെടുത്ത് വെച്ചതാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടായി വന്ന ശേഷം നമ്മൾ അതിലേക്ക് ഈ പപ്പായ കൊട്ടിക്കൊടുക്കണം. അപ്പോൾ വെല്ലം ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പപ്പായ ഇതിലേക്ക് കൊട്ടിക്കൊടുക്കണം. നമ്മൾ ഈ ചക്കയെല്ലാം വരട്ടിയെടുക്കില്ലേ, അതേപോലെ ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഓക്കെ, ഈ പപ്പായ ഈ വെള്ളപ്പാവിലിരുന്ന് നന്നായിട്ട് യോജിച്ച് വരണം. ഇപ്പം ഇതിൽ ചിലപ്പോൾ പപ്പായ കഷ്ണങ്ങൾ അരയാതെയൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്തോളൂ. വളരെ സ്വാദിഷ്ടമായ ഒരു പായസമാണ് ഇത്. ഫ്രൂട്ട് പായസത്തിൽ തന്നെ ഒരു ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പായസമാണ്. നമ്മളത് കൈയെടുക്കരുത്, കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നന്നായിട്ട് ഇളക്കണം. ഞാൻ 1/2 കിലോ വെല്ലത്തിൽ നിന്ന് ഉരുക്കി എടുത്ത് വെച്ചതിൽ 3/4 ഭാഗം വെല്ലവും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല വെല്ലമാണ്. നിങ്ങൾക്ക് ആ കളർ കണ്ടാൽ തന്നെ അറിയാം. അതുകൊണ്ട് ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തുള്ളൂ. 1/2 കിലോ ഫുള്ളായിട്ട് ആഡ് ചെയ്തിട്ടില്ല. 1/2 കിലോ പപ്പായയ്ക്ക് 1/2 കിലോ വെല്ലമാണ് കണക്ക്. ഇവിടെ മധുരം അത്ര എല്ലാവർക്കും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ചത്. ഇത് നന്നായിട്ട് നമ്മൾ വരട്ടിയെടുക്കണം. ഇതെല്ലാം വറ്റി ഇതൊന്ന് ഉരുണ്ട് വരണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ പായസം തയ്യാറാക്കി എടുക്കേണ്ടത് നല്ലൊരു ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിലായിരിക്കണേ. ഇപ്പോൾ ഇതാ നന്നായിട്ട് ഉരുണ്ട് വന്നിട്ട് കണ്ടല്ലോ, ഇത് മതി. ഇതാണ് ഇതിൻ്റെ ഭാഗം. അതായത് നമ്മൾ വരട്ടിയെടുക്കണം. ഇങ്ങനെ കണ്ടോ, നല്ല ജാം പരുവത്തിലായിട്ടുണ്ട്. ഇപ്പം ഞാൻ മധുരം നോക്കിയപ്പോൾ ലേശം കൂടെ മധുരം എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ചുകൂടെ വെല്ലം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെല്ലം ഞാൻ പാനിയാക്കി വെച്ചത്. അതായത് ചില പപ്പായക്ക് നല്ല മധുരം ഉണ്ടാവും. ഇപ്പം ഞാൻ എടുത്ത പപ്പായക്ക് ലേശം മധുരം കുറവാണ്. അത് നോക്കിയിട്ട് വേണം നിങ്ങൾ വെല്ലം ആഡ് ചെയ്ത് കൊടുക്കാൻ. 1/2 കിലോ പപ്പായക്ക് 1/2 കിലോ വെല്ലമാണ് കണക്ക്. ഇപ്പോൾ നന്നായിട്ട് ഇതായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ പച്ചരി വേവിച്ച് വെച്ചതാണ്. 100 ഗ്രാം പച്ചരി വേവിച്ച് വെച്ചതാണ്. അതായത് വേവിച്ചത് നാളികേരത്തിൻ്റെ 2ാം പാലിലാണ് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. നാളികേരത്തിൻ്റെ 2ാം പാൽ എടുത്തിട്ട് ആ 2ാം പാലിലാണ് ഞാൻ ഈ പച്ചരി വേവിച്ച് വെച്ചത്. 100 ഗ്രാം പച്ചരി. ഇതിപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ ആവുമൊന്നും വേണ്ട. ഇതാ ഒരു ചെറിയൊരു ഇതായാൽ മതി. ഇതാ നോക്കൂ, ഫുള്ളായിട്ട് നന്നായിട്ട് വേവിക്കൊന്നും വേണ്ട. അതായത് നമുക്ക് ഈ പായസം കഴിക്കുന്ന സമയത്ത് ഇത് കടിക്കണം. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകണം. ഈ പച്ചരി ഞാൻ വേവിച്ച് വെച്ചതിന് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മീഡിയം സിമ്മിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതായത് നമ്മൾ ഈ പച്ചരി ഇപ്പം നമ്മൾ 1/2 വേവിലാണ് എടുത്തിരിക്കുന്നത്. ഈ പച്ചരി ഒന്നുകൂടെ വെന്ത് ഈ വെല്ലും ഈ പപ്പായയുടെ ഇതൊക്കെ എസൻസ് ഒക്കെ അതിൽ പിടിക്കണം, ആ പച്ചരിയിൽ പിടിക്കണം. ഓക്കെ, വെല്ലൊക്കെ ആ മധുരം ഒക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് വരണം. അതുവരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണേ.
ഇപ്പോൾ ഇതാ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ അരിയിലൊക്കെ നമ്മൾ ഇട്ട അരിയിലൊക്കെ നല്ല വെല്ലവും ഇതെല്ലാം പിടിച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. 1 സ്പൂൺ നെയ്യ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കണം. ഇനി നമ്മൾ നാളികേരത്തിൻ്റെ 1-ാം പാലും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ 1-ാം പാല് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. നമ്മൾ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കുടിക്കുന്ന ആ ഒരു പരുവത്തിൽ കിട്ടും. ഇപ്പം ഞാൻ എന്തുകൊണ്ട് അതിൽ അരി ആഡ് ചെയ്തതെന്നും കൂടെ പറഞ്ഞു തരാം. കാരണം ഇതിപ്പോൾ പപ്പായ പൾപ്പെടുത്തിട്ടാണ് നമ്മൾ ഈ പായസം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കടിക്കാനായിട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ പായസം കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അല്പസ്വല്പം കടിക്കാനൊക്കെ എന്തെങ്കിലും വേണ്ടേ, എന്നാലേ ആ പായസം കുടിക്കാനൊരു സുഖം ഉണ്ടാവുള്ളൂ അല്ലേ, അല്ലെങ്കിൽ ചുമ്മാ ഒരു മധുരമുള്ള ഒരു ജ്യൂസ് കുടിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചരി ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഈ കാണിച്ചില്ലേ പപ്പായ ആദ്യം നമ്മൾ വരട്ടിയെടുത്തു അല്ലേ. പപ്പായ വെള്ളപ്പാവിലിട്ടിട്ട് നമ്മൾ നന്നായി ചക്ക വരട്ടും പോലെ വരട്ടിയെടുത്തു. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ തലേ ദിവസം ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം പിറ്റേ ദിവസം അതെടുത്തിട്ട് പായസം തയ്യാറാക്കിയാലും മതി. നമ്മളിപ്പോൾ ചക്ക വരട്ടിയതൊക്കെ അങ്ങനെയല്ലേ പായസം തയ്യാറാക്കുക. അതുപോലെ ഇപ്പോൾ തിരക്കുള്ള സമയത്ത് സദ്യ ഉള്ള ദിവസമൊക്കെയാണ്, അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിലാണെങ്കിൽ നമുക്ക് ഇതിനെല്ലാത്തിനും സമയം കിട്ടിയെന്ന് വരില്ല. അപ്പം ഞാൻ യൂഷ്വലി ഇങ്ങനെയാണ് ചെയ്യുക. തയ്യാറാക്കിയിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് എടുത്ത് വെക്കും ഫ്രിഡ്ജിൽ. എന്നിട്ട് പിറ്റേ ദിവസം ഇതുപോലെ തയ്യാറാക്കിയെടുക്കും. കാരണം ഇത് പാലെടുക്കണം, അപ്പോൾ എല്ലാം കൂടെ നമുക്ക് സാധിച്ചൊന്നും വരില്ല. അല്ലാത്ത ഫ്ലേവറിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ അപ്പം തയ്യാറാക്കിയെടുക്കാം. കഴിഞ്ഞു. ഇത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നാളികേരത്തിൻ്റെ 1-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നാളികേരത്തിൻ്റെ 1-ാം പാലും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്കിതാ ലൂസായിട്ട് കിട്ടിയിട്ടുണ്ട്. മീഡിയം സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്, ഞാൻ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ടില്ല. ഇപ്പം നല്ലൊരു പായസത്തിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് ആയിട്ടുണ്ട്. ഇതാ നാളികേരത്തിൻ്റെ 1-ാം പാല് തിക്കായിട്ട് എടുത്തു വെച്ച പാല്. എനിക്കിപ്പോൾ ഇവിടെ ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിലത്തെ നാളികേരം നല്ല വലിപ്പമുള്ളതാണ്. അതുകൊണ്ട് 1.5 നാളികേരമാണ് ഞാൻ പാലെടുക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഫ്ലേവറിനായിട്ട് ഞാനിവിടെ ചുക്കും ഏലക്കായും കൂടെ പൊടിച്ചു വെച്ചതാണ്. ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തതാണ്. ചുക്കും ഒരു ചെറിയ കഷ്ണം ചുക്കും ഒരു 8-9 ഏലക്കായും കൂടെ ഞാൻ പൊടിച്ചു വെച്ചതാണ്. അതുകൂടെ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ചുക്ക്. കാരണം ഞാൻ ഈ വെള്ളപ്പായസമൊക്കെ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് അല്പം ചുക്കും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് സൂപ്പറായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞാൻ വെള്ളപ്പായസങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ നാളികേര പാലൊക്കെ എടുത്ത് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് പരിപ്പ് പ്രഥമൻ ഇതിലൊക്കെ ഞാനിങ്ങനെ ചുക്കിൻ്റെ പൊടി ചേർക്കാറുണ്ട്. ചിലതിൽ ഞാൻ ജീരകം കൂടെ പൊടിച്ച് ചേർക്കാറുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ ജീരകം അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഞാൻ ചുക്കും ഏലക്കായും കൂടി പൊടിച്ച് വെച്ചത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ, നിർബന്ധമില്ല. ഏലക്കായ മാത്രം ചേർത്താലും മതി. ഞാൻ കുറച്ച് ചുക്കും കൂടെ ചേർത്തേന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതാ നമ്മുടെ പായസം ഇനി ഒന്ന് തിളക്കിയേ വേണ്ടു. ഞാൻ ഒരല്പം കൂടെ നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 സ്പൂൺ. കാരണം ആ നെയ്യിൻ്റെ ആ വെള്ളപ്പായസത്തിൽ ആ നെയ്യിൻ്റെ മണം എന്ന് പറയുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക്. ഇളക്കി കൊടുക്കാം. മീഡിയം സിമ്മിലാണ് ഇട്ടിരിക്കും. ഇനി ഈ 1-ാം പാല് നമ്മൾ ആഡ് ചെയ്ത ശേഷം ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. കാരണം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ പായസത്തിന് വേണ്ടത്. കണ്ടോ, ഇതാ ഇതിപ്പോൾ നമുക്ക് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കുടിക്കാവുന്ന പരുവാണ്. ഇനി ഇത് നമുക്ക് ആറിയ ശേഷം ഒന്നുകൂടെ തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ തിക്കാവും. അപ്പോൾ അതിനെക്കാട്ടും നല്ലത് ഒരുപാട് തിളയ്ക്കാൻ വെക്കരുത്. ജസ്റ്റ് ഒരു തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കിസ്മിസ് വറുത്ത് വെച്ചതാണ്, മുന്തിരിങ്ങ നെയ്യിൽ വറുത്ത് വെച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യിൽ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാട്ടുള്ളൂ. തേങ്ങാക്കൊത്തില്ലേ, നമ്മൾ പരിപ്പ് പ്രഥമനിലൊക്കെ ഇടില്ലേ, തേങ്ങാക്കൊത്ത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ തേങ്ങാക്കൊത്ത് ആഡ് ചെയ്തിട്ടില്ല. കാരണം ചിലവർക്ക് ഈ തേങ്ങാക്കൊത്ത് കടിക്കാനായിട്ട് ഇഷ്ടമല്ല. അപ്പം ഞാനത് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും മാത്രമാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പായസം തയ്യാറായിരിക്കുകയാണ്. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. അങ്ങനെ സ്വാദിഷ്ടമായ പപ്പായ പ്രഥമൻ, പപ്പായ പായസം ഇവിടെ റെഡി ആയിരിക്കുകയാണ്.
വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണിത്. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് ന്യൂ ഇയറിന് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ നേന്ത്രപ്പഴം വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം, പംകിൻ വെച്ച് ചെയ്തെടുക്കാം, ഒരുപാട് ഐറ്റംസ് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ പപ്പായ കൊണ്ടെന്ന് പറയുന്ന സമയത്ത് ടോട്ടലി ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഇത് പപ്പായ കൊണ്ട് തയ്യാറാക്കിയതാണ് എന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ ആ ഒരു മണവോ ഒന്നും ഉണ്ടാവില്ല. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ പായസത്തിന്. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ ഒരു പായസം ഇനി അടുത്ത വിശേഷത്തിന് തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കണം. കാരണം അത്രയും ടേസ്റ്റിയാണ്, തയ്യാറാക്കാൻ വളരെ എളുപ്പമാണത്. അപ്പോൾ അതുകൊണ്ട് ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളെ എന്നെ അറിയിക്കണം. ഓക്കെ, വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് ഉത്തൂസ് വേൾഡിലൂടെ നിങ്ങളെ ഉടനെ മീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പായസം എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ന്യൂ ഇയർ ഗിഫ്റ്റായിട്ട് ഞാൻ തരികയാണ്. ന്യൂ ഇയറിന് എൻ്റെ വക മധുര, ഉത്തൂസ് വേൾഡിൻ്റെ വക മധുര. ഓക്കെ, എന്തായാലും എല്ലാവർക്കും ഈ പുതുവത്സരത്തിൽ നല്ലത് മാത്രം വരട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ നന്ദി, നമസ്കാരം.